ഹായ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ടെക്നിക്കൽ PSC ചാനലിലേക്ക് സ്വാഗതം. ഞാൻ സഞ്ജയ്. അപ്പോൾ നമ്മൾ ഈ ഒരു സെക്ഷനിൽ നമ്മുടെ കഴിഞ്ഞ ഡ്രൈവിംഗ് എക്സാമുകൾക്ക് ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ ആണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം തീർച്ചയായിട്ടും നല്ലൊരു ചോദ്യമാണ്, റിപ്പീറ്റഡ് ആയിട്ട് അല്ലെ നല്ലൊരു ചോദ്യം തന്നെയാണ്. ചോദ്യം ഇതാണ്, എന്താണ് ഡയബറ്റിസ് ഇൻസിപിഡസ് എന്ന അവസ്ഥയുടെ പ്രത്യേകത എന്താണ്? നമ്മൾ ഈ ഡയബറ്റിസ് എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം ഡയബറ്റിസ് എന്ന് പറഞ്ഞ പ്രമേഹവുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഏതിലേക്കാണ് പോകുന്നത്? എന്താണ് യൂറിനിലൂടെ അല്ലെങ്കിൽ മൂത്രത്തിലൂടെ പഞ്ചസാരയുടെ അളവ് കൂടുതലായിട്ട് നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് നമ്മൾ പോകാനുള്ള സാധ്യതയുണ്ട്, അല്ലെ ആ ഒരു പോയിന്റിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം മനസ്സിലാക്കുക, അത് തെറ്റാണ്. ഡയബറ്റിസ് മെലിറ്റസ് ആണ് എന്തെന്ന് പറയുന്നത്, ഈ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഡയബറ്റിക് മെലിറ്റസ് ആണ് ഈ ഒരു കണ്ടീഷൻ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഡയബറ്റിക് ഇൻസിപിഡസ് എന്താണ് എന്നുള്ളതാണ്. ഡയബറ്റിസ് ഇൻസിപിഡസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, മൂത്രത്തിലൂടെ അധിക ജലം നഷ്ടമാകുന്നതിനെ അധിക ജലം നഷ്ടമാകുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, ഡയബറ്റിസ് ഇൻസിപിഡസ് എന്ന് മനസ്സിലാക്കുക. സോ കിട്ടിയല്ലോ, മറന്നു പോകത്തില്ലല്ലോ. ഡയബറ്റിക് മെലിറ്റസും ഇൻസിപിഡസും തമ്മിലുള്ള ഡിഫറൻസ് കിട്ടിയല്ലോ. മെലിറ്റസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഗ്ലൂക്കോസിന്റെ അളവ് കൂടുന്നത് മെലിറ്റസും ജലം നഷ്ടമാകുന്നത് ഇൻസിപിഡസുമാണ്, ഡയബറ്റിക് ഇൻസിപിഡസുമാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്, ആഗ്നേയ ഗ്രന്ഥിയിലെ ഏത് കോശങ്ങളാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്? ഡ്രൈവറിന് വന്ന ചോദ്യമാണ് അല്ലേ, നിങ്ങൾ ചോദിക്കുക അപ്പോൾ സിലബസിൽ ഉണ്ടോ എന്ന്. അടുത്തുണ്ടാ അല്ലേ, ഇൻസുലിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. ആഗ്നേയ ഗ്രന്ഥിയിൽ അല്ലെങ്കിൽ പാൻക്രിയാസിലെ ഏത് കോശങ്ങളാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ പാൻക്രിയാസ് നോക്കിക്കഴിഞ്ഞാൽ പാൻക്രിയാസിൽ പ്രധാനമായിട്ടും 2 തരം കോശങ്ങളുണ്ട്. ആൽഫ കോശങ്ങളും ഉണ്ട്, ബീറ്റ കോശങ്ങളുണ്ട്. ബീറ്റ കോശങ്ങൾ എന്തുൽപ്പാദിപ്പിക്കും? ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കും. ബീറ്റ കോശങ്ങൾ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നു. ആൽഫ കോശങ്ങൾ എന്തുൽപ്പാദിപ്പിക്കുന്നു? ഗ്ലൂക്കഗോൺ ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ പാൻക്രിയാസ് അല്ലെങ്കിൽ ആഗ്നേയ ഗ്രന്ഥിയിലെ 2 തരം കോശങ്ങളാണുള്ളത്. ബീറ്റ കോശങ്ങളും ഉണ്ട്, ആൽഫ കോശങ്ങളും ഉണ്ട്. അതിൽ ബീറ്റ കോശങ്ങൾ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നു, ആൽഫ കോശങ്ങൾ ഗ്ലൂക്കഗോൺ ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആഗ്നേയ ഗ്രന്ഥിയിലെ ഏത് കോശങ്ങളാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഏത് കോശങ്ങളാണ് ആ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്? ബീറ്റ കോശങ്ങളാണ് അല്ലെ. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ബീറ്റ കോശങ്ങളും ഇനി ഗ്ലൂക്കഗോൺ എന്ന് പറയുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആൽഫ കോശങ്ങളുമാണ്. ഇനി ഇൻസുലിന്റെ ധർമ്മം എന്താണെന്ന് അറിയാമല്ലോ. എന്താ? നമ്മൾ ഗ്ലൂക്കോസിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ, ഷുഗറിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ കുറയ്ക്കാൻ സഹായിക്കുന്നത് ഇൻസുലിനും, ഇനി ഷുഗറിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടാൻ സഹായിക്കുന്ന ഹോർമോൺ അത് ഗ്ലൂക്കഗോണുമാണ്. രണ്ടും പഠിക്കേണ്ട, ഇൻസുലിൻ മാത്രം പഠിച്ചാൽ മതി. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഗ്ലൂക്കഗോൺ എന്ന് ചിന്തിച്ചാൽ മതി. അല്ലടാ, ഗ്ലൂക്കോസിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ കുറയ്ക്കാൻ സഹായിക്കുന്ന ഇൻസുലിൻ ആണ്. ഗ്ലൂക്കോസിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടാൻ സഹായിക്കുന്നത് ഗ്ലൂക്കഗോൺ ആണ്. ആ ഒരു പോയിന്റ് കണക്ട് ചെയ്ത് വെച്ചേക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം ഇതാണ്, മസ്തിഷ്കത്തിന്റെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് എന്നുള്ളത്. നമുക്ക് ഉപകരണം നമുക്ക് നോക്കാം. അപ്പോൾ ഉപകരണം എന്ന് പറയുന്നത് ഇലക്ട്രോ എൻസിഫലോഗ്രാം ആണ്. EEG അല്ലെങ്കിൽ ഇലക്ട്രോ എൻസിഫലോഗ്രാം എന്താണ്? മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്നത് EEG അല്ലെങ്കിൽ ഇലക്ട്രോ എൻസിഫലോഗ്രാം ആണ്. അടുത്തതാണ് ഇലക്ട്രോ കാർഡിയോഗ്രാം എന്ന് പറയുന്നത്. ECG ആണ് ഇലക്ട്രോ കാർഡിയോഗ്രാം എന്ന് പറയുന്നത്. ഹൃദയപേശിയിലെ വൈദ്യുത തരംഗങ്ങൾ രേഖപ്പെടുത്താൻ നമ്മുടെ ഹാർട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത്, കാർഡിയോ എന്ന് പറയുന്ന ഹാർട്ടുമായിട്ട് റിലേറ്റ് ചെയ്താണ്. പത്രത്തില് ഹൃദയപേശിയുടെ വൈദ്യുത തരംഗങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്നത് ഇലക്ട്രോ കാർഡിയോഗ്രാം ആണ്. പിന്നീടാണ് അൾട്രാസൗണ്ട് സ്കാനർ. അൾട്രാസൗണ്ട് സ്കാനർ എന്ന് പറയുന്നത് അൾട്രാസോണിക് ശബ്ദങ്ങൾ ഉപയോഗിച്ച് ആന്തര അവയവങ്ങളുടെ ഘടന മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നത് ഈ അൾട്രാസൗണ്ട് സ്കാനർ ആണ്. പിന്നീട് അടുത്താണ് CT സ്കാൻ എന്ന് പറയുന്നത്. ഈ CT സ്കാനിന്റെ ഫുൾ ഫോം മറന്നു വെച്ചേക്കുക. എന്താണ്? കമ്പ്യൂട്ടർ ട്രോമോഗ്രഫി സ്കാനർ എന്ന് പറയുന്നതാണ് CT സ്കാൻ. എന്താണ്? കമ്പ്യൂട്ടർ ട്രോമോഗ്രഫി സ്കാനർ എന്ന് പറയുന്നതാണ് CT സ്കാൻ. അതെന്താണ്? ഈ പറഞ്ഞ ആന്തര അവയവങ്ങളുടെ എല്ലാം ചിത്രം എടുക്കാൻ സഹായിക്കുന്നത് ഈ CT സ്കാൻ ആണെന്ന് മനസ്സിലാക്കുക. പിന്നീടാണ് MRI സ്കാൻ എന്ന് പറയുന്നത്. എന്താണ്? മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് സ്കാനർ എന്ന് പറയുന്നതാണ് MRI സ്കാൻ. അതെന്തിനു സഹായിക്കുന്നത്? ഈ പറഞ്ഞ സെയിം തന്നെ എന്താണ്? ആന്തര അവയവങ്ങളുടെ
എന്ത് ത്രിമാന ചിത്രം അല്ലെങ്കിൽ 3D സ്ട്രക്ചർ അളക്കാൻ ഉപയോഗിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കുക, ഈ MRI സ്കാനർ ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഓർക്കുക, നമ്മുടെ ഈ പ്രധാനപ്പെട്ട ഉപകരണങ്ങൾ EEG, ECG. EEG എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോ എൻസിഫലോഗ്രാം ആണ്. ECG എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോ കാർഡിയോഗ്രാം ആണ്. അവ തമ്മിലുള്ള ഡിഫറൻസ് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. എടാ ചോദ്യം നോക്കിക്കൊള്ളുക, മസ്തിഷ്കത്തിന്റെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ്. എടാ നമ്മൾ ഓൾറെഡി പറഞ്ഞു, എടാ മസ്തിഷ്കത്തിന്റെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൾട്രാസൗണ്ട് സ്കാനർ ആണോ? അല്ല. ഇലക്ട്രോ കാർഡിയോ റിലേറ്റഡ് ടു ഹാർട്ട് ആണ് നമ്മൾ പറഞ്ഞു. അപ്പൊ അതുമല്ല. CT സ്കാനും അല്ല. ആൻസർ ഏതാണ്? ഇലക്ട്രോ എൻസിഫലോഗ്രാം. എടാ അടുത്ത നോക്കിക്കൊള്ളുക, ജനിതക വൈകല്യം മൂലം, ജനറ്റിക് ഡിസീസ് ആണ്, ജനിതക വൈകല്യം മൂലം ഹീമോഗ്ലോബിന്റെ ഘടനയിൽ മാറ്റം ഉണ്ടാവുകയും ഓക്സിജൻ സംവഹന ശേഷി കുറയുകയും ചെയ്യുന്ന രോഗം എന്താണ് എന്നുള്ളതാണ്. എടാ നോക്കിക്കൊള്ളുക, നമുക്കറിയാം നമ്മുടെ RBCയുടെ ഷേപ്പ് നമുക്കറിയാം, ഓവൽ ഷേപ്ഡ് ആണ് RBC. ജീനുകളുടെ വൈകല്യം മൂലം ഓവൽ ഷേപ്പിലുള്ള RBC എന്തിലേക്ക് മാറുന്നു? ഒരു സിക്കിൾ ഷേപ്പ് അല്ലെങ്കിൽ അരിവാളിന്റെ ആകൃതിയിലേക്ക് മാറുന്നു. ഈ രോഗത്തെയാണ് നമ്മൾ സിക്കിൾ സെൽ അനീമിയ അല്ലെങ്കിൽ അരിവാൾ രോഗം എന്ന് പറയുന്നത്. എന്താണ്? എടാ ഓവൽ ഷേപ്പിലുള്ള RBC ജീനുകളുടെ തകരാറ് മൂലം സിക്കിൾ ഷേപ്പിലേക്ക് മാറുന്നു അല്ലെങ്കിൽ അരിവാളിന്റെ ആകൃതിയിലേക്ക് മാറുന്നു. അതിനെ നമ്മൾ സിക്കിൾ സെൽ അനീമിയ അല്ലെങ്കിൽ അരിവാൾ രോഗം എന്ന് പറയുന്നു. ആൻസർ എന്താണ്? ഓപ്ഷൻ ബി, അരിവാൾ രോഗമാണ്. ഇനി എന്താണ് ഹീമോഫീലിയ എന്ന് പറയുന്നത്? എടാ ഹീമോഫീലിയ എന്ന് പറയുന്നത് രാജകീയ രോഗം എന്നൊക്കെ അറിയപ്പെടുന്ന രോഗമാണ്. അതും ജനിതക രോഗമാണ്. നമുക്കറിയാം നമ്മുടെ കയ്യോ കാലോ ഒക്കെ മുറിഞ്ഞു കഴിഞ്ഞാൽ രക്തം പുറത്തേക്ക് വരും അല്ലെ, കുറച്ച് സമയം കഴിയുമ്പോൾ രക്തം കട്ട പിടിക്കും. പക്ഷേ ഹീമോഫീലിയ ഉള്ളവരിൽ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീനുകൾ ഉണ്ടാവില്ല. ജീനുകളുടെ വൈകല്യം മൂലം രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീനുകൾ ഉണ്ടാവില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? അതുകൊണ്ട് ചെറിയൊരു മുറിവ് ഉണ്ടായാൽ തന്നെ അമിതമായിട്ട് രക്തസ്രാവം ഉണ്ടാകുന്ന അവസ്ഥയാണ് ഹീമോഫീലിയ എന്ന് പറയുന്നത്. പിന്നീട് ഡിഫ്തീരിയ എന്ന് പറയുന്ന ബാക്ടീരിയ വരുന്ന രോഗമാണ്. ഡിഫ്തീരിയയുടെ ബേസിൽ വന്ന ചോദ്യം, തൊണ്ടമുള്ള എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? അത് ഡിഫ്തീരിയ ആണ് അല്ലടാ. അതേപോലെ ക്യാൻസർ എന്താണ്? അനിയന്ത്രിതമായിട്ടുള്ള കോശ വിഭജനം മൂലം ഉണ്ടാകുന്ന രോഗമാണ് എന്തെന്നുകൂടി മനസ്സിലാക്കുക, ക്യാൻസർ എന്നുകൂടി മനസ്സിലാക്കുക. അപ്പൊ ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വന്ന ചോദ്യങ്ങളാണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാൽസ്യത്തിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? എടാ ചോദിച്ചതാണ് അല്ലേ, ഡെഫിഷ്യൻസി ഡിസീസ്. ഇത് ഇവിടെ എടുത്തു കൊടുത്തിട്ടുണ്ട്, ഓസ്റ്റിയോപോറിസിസ്. SCRT നിന്നുള്ള ചോദ്യമാണ്. എടാ കാൽസ്യത്തിന്റെ അഭാവം മൂലം, കാൽസ്യത്തിന്റെയോ വിറ്റാമിൻ ഡിയുടെയോ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം, പ്രധാനമായിട്ടും ഉണ്ടാകുന്ന രോഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, എ ആണ്, ഓസ്റ്റിയോപോറിസിസ്. പെല്ലഗ്ര വന്നത് ഈ CPOക്ക് ചോദിച്ചതാ. വിറ്റാമിൻ B3യുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം പെല്ലഗ്ര. ബെറിബെറിയോ? B1ന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന ബെറിബെറി. നിശാന്തതയോ? വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം നിശാന്തത. ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ്. നമുക്ക് രോഗങ്ങളിൽ നിന്ന് കുറേ ചോദ്യങ്ങളൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ചോദ്യങ്ങളാണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം നോക്കാം. എടാ COVID-19 തടയുന്നതിന്റെ ഭാഗമായി ഇന്ത്യയിൽ ആദ്യമായിട്ട് കർഫ്യൂ ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ് എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ എ, പഞ്ചാബ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത നോക്കിക്കൊള്ളുക, ഇത് നല്ലൊരു ചോദ്യമാണ്. എന്താണ്? മനുഷ്യ ശരീരത്തിൽ രക്തവുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. എടാ നമുക്കറിയാം രക്തം എന്ന് പറയുന്ന ഒരു യോജക കലകളാണ്. മറ്റ് കലകളെ തമ്മിൽ ബന്ധിപ്പിക്കുകയും താങ്ങായി വർത്തിക്കുകയും ചെയ്യുന്ന കലകളാണ് യോജക കലകൾ. ആ രക്തകോശങ്ങൾ പ്രധാനമായിട്ടും 3 തരത്തിൽ കാണപ്പെടുന്നുണ്ട്. ശരിയല്ലടാ? RBC, WBC, പ്ലേറ്റ്ലെറ്റുകൾ. അത് ശരിയാണ്. അടുത്തത് എറിത്രോസൈറ്റ് എന്നാണ് ശ്വേത രക്താണുക്കൾ അറിയപ്പെടുന്നത്. ആണോ? എടാ എറിത്രോസൈറ്റ്സ് എന്നറിയപ്പെടുന്ന RBC അല്ലെങ്കിൽ ചുവന്ന രക്താണുക്കളാണ്. ശ്വേത രക്താണുക്കൾ അറിയപ്പെടുന്നത് ലൂക്കോസൈറ്റ് എന്നാണ്. അപ്പൊ ആ ഒരു ഓപ്ഷൻ തെറ്റല്ലേ? തെറ്റാണ്. അടുത്ത നോക്കിക്കൊള്ളുക. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഇരുമ്പാണ്. ശരിയല്ലടാ? ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുമ്പ്. ഇരുമ്പിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന അവസ്ഥയാണ് അനീമിയ എന്ന് നമുക്കറിയാം, അല്ലെങ്കിൽ വിളർച്ച എന്ന് നമുക്കറിയാം. അത് ശരിയാണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആണ് ഗ്ലോബുലിൻ. എടാ പ്ലാസ്മ പ്രോട്ടീനുകൾ പ്രധാനമായിട്ടും എത്ര ടൈപ്പ് ഉണ്ട്? 4 ടൈപ്പ് പ്ലാസ്മ പ്രോട്ടീനുകളുണ്ട്. ആൽബുമിൻ ഉണ്ട്, ഗ്ലോബുലിൻ ഉണ്ട്, ഫൈബ്രിനോജൻ ഉണ്ട് അല്ലെ. അതിൽ ആൽബുമിൻ എന്ന് പറയുന്നത് BP, ബ്ലഡ് പ്രഷർ, രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നു. ഗ്ലോബുലിൻ എന്ന് പറയുന്നത് എന്ത്? രോഗപ്രതിരോധം, ഡിഫൻസിന് സഹായിക്കുന്നു. ഫൈബ്രിനോജൻ എന്ന് പറയുന്നത് രക്തം കട്ട പിടിക്കാനായിട്ട് സഹായിക്കുന്നു. ഇവിടെ പ്ലാസ്മ പ്രോട്ടീനുകൾ 3 എണ്ണമാണ്: ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. ആൽബുമിൻ രക്തസമ്മർദ്ദം BPയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു.
ഗ്ലോബുലിൻ എന്ത് ഡിഫൻസുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. ഫൈബ്രിനോജൻ രക്തം കട്ട പിടിക്കാനായിട്ട് സഹായിക്കുന്നു. അപ്പോൾ ഇവിടെ നോക്കിക്കൊള്ളുക, രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണെന്നാണ്. ഇവിടെ കട്ട പിടിക്കാൻ സഹായിക്കുന്ന എഫ് ഫൈബ്രിനോജൻ ആണ്, അല്ല ഇവിടെ ഗ്ലോബുലിനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതെന്താണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ല. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് ഏതാടാ? 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത് അല്ലെ. നല്ല കുറച്ച് ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അടുത്ത ചോദ്യം നോക്കിക്കൊള്ളുക. എടാ CPR എന്നതിൻ്റെ പൂർണ്ണ രൂപം അല്ലേ? എന്തോ CPRന്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത്? കാർഡിയോ പൾമണറി റെസസിറ്റേഷൻ. ഓക്കെ അല്ലേടാ? അതാണ്. അടുത്തത് നോക്കിയാൽ ഹോർമോണുമായിട്ട് റിലേറ്റഡ് ചോദ്യമാണ്. എടാ എമർജൻസി ഹോർമോൺ അല്ലെ, ഏതെങ്കിലും അടിയന്തര ഘട്ടം വരുമ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാടാ? നമ്മൾ ഈ അഡ്രിനാലിൻ റഷ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അല്ലേ? അഡ്രിനാലിൻ റഷ് എമർജൻസി ഹോർമോൺ എന്നറിയപ്പെടുന്നത് അഡ്രിനാലിനാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. അഡ്രിനാലിനാണ് എമർജൻസി ഹോർമോൺ എന്നറിയപ്പെടുന്നത്. ഇൻസുലിൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഗ്ലൂക്കോസിന് അളവ് കൂടിക്കഴിഞ്ഞാൽ കുറയ്ക്കാൻ സഹായിക്കുന്നത് ഇൻസുലിൻ. പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് പാരാത്തോർമോൺ. അത് കാൽസ്യം ലെവൽ അല്ലെ കാൽസ്യത്തിന്റെ ആ ഒരു അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന പാരാത്തോർമോണാണ്. തൈറോയ്ഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന തൈറോക്സിൻ ആണ് അല്ലെ, തൈറോക്സിൻ ആണെന്ന് കൂടി മനസ്സിലാക്കുക. അതേപോലെ അയഡിൻ അല്ലെ, അയഡിന്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് ഗോയിറ്റർ ആണ് കേട്ടോ. അത് ഏത് ഗ്ലാൻഡുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തൈറോയ്ഡ് ഗ്ലാൻഡുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് കൂടി മനസ്സിലാക്കുക. ഓക്കെ അല്ലടാ? അപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമുക്കറിയാം നമ്മുടെ ഡ്രൈവർ എക്സാമുകൾ അടുത്ത് വന്നുകൊണ്ടിരിക്കുക. നമ്മുടെ ഈ മാസം അവസാനമാണ് എക്സാമുകൾ. അപ്പോൾ നമ്മുടെ CCയിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ബൂസ്റ്റർ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ടിൽ ഇതുവരെ നടന്ന ഡ്രൈവിംഗ് എക്സാമുകളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PYQs സെക്ഷൻസ് ഡിസ്കസ് ചെയ്യുന്ന ഒരു ബൂസ്റ്റർ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ല. ഏറ്റവും അടുത്ത് തന്നെ 11-ാം തീയതി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ചോദ്യങ്ങളും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റുകളും നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ബാച്ചിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാനും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും എല്ലാം എന്ത് ചെയ്യുക? താഴെക്കാട് നമ്പർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു സെക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.